അന്വേഷണം പുരോഗമിക്കുന്ന ഈ ഘട്ടത്തിൽ ജാമ്യം നൽകരുതെന്ന സർക്കാർ വാദം തള്ളിയാണ് ഹൈക്കോടതി ശാലു മേനോന് ജാമ്യം അനുവദിച്ചത്. 1 ലക്ഷം രൂപയ്ക്ക് തത്തുല്യമായ 2 പേരുടെ ആൾജാമ്യം, അന്വേഷണം തീരും വരെ എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാകണം, പാസ്പോർട്ട് കോടതിയിൽ ഹാജരാക്കണം തുടങ്ങിയവയാണ് മറ്റ് ഉപാധികൾ. 50,000 രൂപ കെട്ടിവെക്കണം, 6 മാസത്തേക്ക് സംസ്ഥാനം വിട്ടുപോകരുത്, ആവശ്യമെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാകണം തുടങ്ങിയവയാണ് ജോപ്പനുള്ള ജാമ്യ ഉപാധികൾ. തട്ടിച്ച പണം എന്ത് ചെയ്തുവെന്ന് അന്വേഷിക്കുന്ന സാഹചര്യത്തിൽ ജാമ്യം നൽകുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നായിരുന്നു സർക്കാർ വാദം. എന്നാൽ ഈ വാദം കോടതി അംഗീകരിച്ചില്ല. 46 ദിവസമായി ജുഡീഷ്യൽ കസ്റ്റഡിയിലാണെന്നും തനിക്ക് സ്വാഭാവിക നീതി ലഭിക്കണമെന്നുമായിരുന്നു ശാലുവിന്റെ വാദം. ജസ്റ്റിസ് SS സതീഷ് ചന്ദ്രനാണ് ഹർജി പരിഗണിച്ചത്. തിരുവനന്തപുരം സ്വദേശി റാസിഖ് അലിയിൽ നിന്ന് സോളാർ പദ്ധതിയുടെ പേരിൽ 74 ലക്ഷം രൂപ തട്ടിച്ചുവെന്നാണ് ശാലു മേനോനെതിരായ കേസ്. കോന്നി സ്വദേശിയായ ശ്രീധരൻ നായരിൽ നിന്ന് സോളാർ പദ്ധതിയുടെ പേരിൽ തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ 56 ദിവസമായി ടെനി ജോപ്പൻ ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്നു. മീഡിയ 1 കൊച്ചി.